പണ്ടൊരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ സാധാരണ ഉള്ളതിലും അധികം ആൾക്കാർക്കുള്ള സദ്യ നൽകണമെന്ന് ഭക്തന്റെ വഴിപാട് വന്നു. പാചകം ചെയ്യാനായി നിലവിലുള്ള 2 കീഴ്ശാന്തിമാരിൽ ഒരാൾ കുറെ നാളായി അവധിയിലാണ്. പാചകത്തിന്റെ ജോലി അന്ന് മല്ലിശ്ശേരി നമ്പൂതിരിക്ക് വന്നു. ഇത്രയും പേർക്കുള്ള സദ്യയുടെ ചുമതല ഒറ്റയ്ക്കേൽക്കേണ്ടി വന്ന മല്ലിശ്ശേരി ആകെ ആതാളത്തിലായി. രാത്രി മുഴുവൻ തന്നെ കൊണ്ട് ഈ വലിയ സദ്യ നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ള സങ്കടം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് മറ്റൊരു ശരണമില്ലാതെ ഗുരുവായൂരപ്പനെ തന്നെ പ്രാർത്ഥിച്ചു മല്ലിശ്ശേരി ഉറക്കം പോലുമില്ലാതെ ആ രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവധിയെടുത്തു പോയ കീഴ്ശാന്തി തിരികെ ജോലിയിൽ പ്രവേശിച്ചത് കണ്ട് മല്ലിശ്ശേരിക്ക് അത്ഭുതവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യാതായി. എന്തായാലും സദ്യയെല്ലാം നല്ല ഭംഗിയായി. അതിനുശേഷം കീഴ്ശാന്തി കുളിക്കാനായി പോയിട്ട് ഏറെ നേരം കഴിഞ്ഞും തിരികെ വന്നില്ല. കീഴ്ശാന്തി നമ്പൂതിരിയെ കാണാത്തതിനാൽ മല്ലിശ്ശേരി അദ്ദേഹത്തെ അന്വേഷിച്ച് കീഴ്ശാന്തിയുടെ ഇല്ലത്ത് പോയി. എന്നാൽ അന്നേ ദിവസം കീഴ്ശാന്തി വീട് വിട്ട് എങ്ങും പോയിട്ടില്ലെന്ന് അറിഞ്ഞ മല്ലിശ്ശേരി അത്ഭുതപ്പെട്ടുപോയി. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ സഹായിക്കാൻ വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് സത്യം മനസ്സിലാക്കിയ മല്ലിശ്ശേരി ഭക്തപരവശനായി. ഈ സംഭവത്തിന് ശേഷം വളരെയധികം പേർക്കുള്ള സദ്യ വരുന്ന ഒരു അവസരത്തിൽ ഒരു കീഴ്ശാന്തിക്കുള്ള പ്രതിഫലം ഗുരുവായൂരപ്പന്റെ പേരിൽ മാറ്റിവെക്കുന്നുണ്ടായിരുന്നു.